നമ്മുടെ ആയുർവേദ ചികിത്സയിൽ ഈ സൊറിയാസിസിനുള്ള ചികിത്സ സ്കിന്നിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്കിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് നമ്മുടെ ജനറലി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അതേപോലെ പൊതുവെയുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ മരുന്നുകൾ, സൊറിയാസിസ് എന്ന അസുഖത്തിനുള്ള മരുന്നുകൾ പൊതുവെ ജനറലി നമ്മുടെ ശരീരത്തിൽ ആ ഇൻഫ്ലമേഷൻ ഫാക്ടർ കുറയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ വ്യവസ്ഥയൊന്ന് മോഡിഫൈ ചെയ്യാനുമുള്ള മരുന്നുകൾ അതിൻ്റെ കൂടെയുണ്ട്. അതേപോലെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് മെറ്റബോളിസം ആകെപ്പാടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈ മെറ്റബോളിക് എറർ വഴി തന്നെ ഒരു പരിധി വരെ ഇൻഫ്ലമേഷൻ നമുക്ക് ശരീരത്തിൽ കുറച്ച് നിർത്താൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ സ്ട്രെസ്സ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ ഒരു പ്രധാന ഫാക്ടറായിട്ട് സ്ട്രെസ്സ് പറയുന്നില്ലായിരിക്കും, അവർക്ക് അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് അവർക്ക് അനുഭവപ്പെടുന്നില്ലായിരിക്കും. പക്ഷെ ഒരു ക്രോണിക് സ്ട്രെസ് എന്നുള്ള രീതിയിൽ പല വർഷങ്ങളായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഉറക്കത്തിൻ്റെ സമയം, അവർ തന്നെ അറിയാതെ അവർ അനുഭവിക്കുന്ന ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങൾ, ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്കിൻ ഡിസീസ് പുറത്തേക്ക് വരുന്നത്.